റിച്ച് പെൽസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള റണ്ണിങ് മെറ്റീരിയൽസ് കാണാം. ഇതുപോലെ നമുക്ക് സാരി ആയിട്ട് ഉടുക്കാവുന്നതും പട്ടുപാവാട, അതുപോലെ ഇതുപോലെ ഈ ഒരു ടൈപ്പ് വീതിയുള്ള കസവൊക്കെ വെച്ചിട്ട് നമുക്ക് കുർത്തി, എയർലൈൻ ടൈപ്പ് കുർത്തീസും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ടല്ലോ. അതുപോലെ ഫ്രോക്സ് ആയാലും ഒക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന റണ്ണിങ് മെറ്റീരിയൽസ് ആണ്. ഓരോന്നായി നമുക്ക് കാണാം. ഫസ്റ്റ് വൺ, ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന സാരി, ഇത് സാരി അല്ല, റണ്ണിങ് ഫാബ്രിക് ആണ്. ഓർഗാൻസി ആണ് കേട്ടോ ഫാബ്രിക് വരുന്നത്. നല്ല പ്യുവർ വൈറ്റ് ആണ്. വൈറ്റില് ഒരു ഭാഗം നല്ല വീതി വരുന്നുണ്ട്, ഒരു 6 ഇഞ്ചസ് ഒക്കെ. ഇതുപോലെ ഈ ഒരു മാംഗോ ഡിസൈനിൽ വരുന്ന ഗോൾഡനും അല്ല സിൽവറും അല്ല, അതൊരു മാറ്റ് ഫിനിഷിങ് ഗോൾഡൻ എന്നൊക്കെ പറയാം. അതുപോലത്തെ ഒരു ബോർഡേഴ്സ് ആണ് വരുന്നത് കേട്ടോ. ഇതിന്റെ ഒരു എൻഡിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ്, ഒരു എൻഡ് നല്ല വീതിയും ഒരു എൻഡ് വീതി കുറവുള്ള ബോർഡേഴ്സും ആണ് വരുന്നത്. ഓർഗാൻസി ആണ് ഫാബ്രിക് വരുന്നത്. 45 ഇഞ്ചസ് വിഡ്ത്ത് വരുന്നുണ്ട്. പ്രൈസ് വരുന്നത് 150 പെർ മീറ്റർ. നെക്സ്റ്റ് വൺ, നമുക്ക് സാരി മെറ്റീരിയൽ സെയിം തന്നെയാണ് കേട്ടോ. ഇതിന്റെ കൂടെയൊക്കെ പെയർ ചെയ്യാൻ പറ്റുന്ന കളേഴ്സ് ഒന്ന് കാണിക്കാം. ഇതും ക്രേപ്പ് സിൽക്കിൽ വരുന്ന ആ ഒരു സിൽവർ വീവിങ് തന്നെയാണ്. ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ, നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. ഇനി കുറച്ചും കൂടെ ലൈറ്റ് ഗ്രീനും കൂടെ വരുന്നുണ്ട്. അപ്പൊ ഇത് ഡാർക്ക് ബോട്ടിൽ ഗ്രീനിൽ വീവിങ് വരുന്നതാണ്. 250 റുപ്പീസ് തന്നെയാണ് പെർ മീറ്റർ പ്രൈസ് വരുന്നത്. ഇനി നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ക്രേപ്പ് സിൽക്കിൽ വരുന്ന വീവിങ്ങിന്റെ ഷെയ്ഡ് വരുന്നത് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ. ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ തന്നെ വീവിങ് ആണ്. പ്രൈസും സെയിം തന്നെ 250 പെർ മീറ്റർ. നെക്സ്റ്റ് വൺ, നല്ലൊരു ഡാർക്ക് കോഫി ബ്രൗൺ ഷെയ്ഡ് ആണ് കേട്ടോ. ഡാർക്ക് ഷെയ്ഡ്സ് ഇഷ്ടമുള്ളവർക്ക് നല്ലൊരു കോമ്പിനേഷൻ ആണ്. ഇതിലും ഇതുപോലെ തന്നെ സിൽവർ വീവിംഗ് ആണ്. 250 റുപ്പീസ് പെർ മീറ്റർ. ഇപ്പൊ തൊട്ട് മുന്നേ നമ്മൾ കണ്ടത് ഡാർക്ക് കോഫി ബ്രൗൺ ആയിരുന്നു. ഇത് മെറൂൺ ഷെയ്ഡ് ആണ് കേട്ടോ. മെറൂൺ ഷെയ്ഡിൽ ഇതുപോലെ തന്നെ സിൽവർ വീവിംഗ് ആണ്. നമുക്ക് നല്ല മിക്സ് ആൻഡ് മാച്ച് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റിയ ഫാബ്രിക്സ് ആണ് കേട്ടോ. ഇതെല്ലാം നമുക്ക് ഇഷ്ടം പോലെ ഡിസൈൻസ്, ഇപ്പൊ നമുക്ക് പിൻട്രസ്റ്റിലോ ഒക്കെ നോക്കി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഡിസൈൻസ് കിട്ടും. അത് വെച്ചൊക്കെ നമുക്ക് പെയർ ചെയ്ത് ഇതൊരു സ്കേർട്ടായിട്ടും ടോപ്പായിട്ടും കൊടുക്കാം, ഇല്ലെങ്കിൽ സാരി ബ്ലൗസ് ആയിട്ടൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഫാബ്രിക് ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഗ്രീനിൽ തന്നെ ഇലപ്പച്ചയാണ്. അത്ര ഡാർക്ക് അല്ല. നമ്മൾ ആദ്യം കാണിച്ചത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു. ഇത് ഗ്രീൻ ഷെയ്ഡിൽ നല്ല പച്ച കേട്ടോ, നല്ല ഇലപ്പച്ച കളറാണ്. അതിലും ഇതുപോലെ തന്നെ സിൽവർ വീവിംഗ് ആണ് വരുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു മെറൂൺ തന്നെയാണ്. നേരത്തെ നമ്മൾ കാണിച്ച മെറൂണിനേക്കാളും ലൈറ്റ് ആണ് കേട്ടോ. ലൈറ്റ് മെറൂൺ ഷെയ്ഡാണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. നെക്സ്റ്റ് വൺ ഒരു ടീൽ ബ്ലൂ ആണ് കേട്ടോ. നമ്മള് ഫസ്റ്റ് ഞാൻ വെയർ ചെയ്തത് നോർമൽ ബ്ലൂ ഷെയ്ഡാണ്. ഇതിൽ വരുമ്പോൾ കുറച്ചും കൂടെ ഒരു ടീൽ ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്ന വീവിംഗ് മെറ്റീരിയൽ ആണ്. ക്രേപ്പ് സിൽക്കിൽ വരുന്ന സിൽവർ വീവിംഗ് ആണ് കേട്ടോ. പ്രൈസ് വരുന്നത് 250 പെർ മീറ്റർ. ഇനി നമുക്ക് സാരി ഫാബ്രിക്, അതുപോലെ സാരി ആയിട്ടും അതുപോലെ പട്ടുപാവാട അങ്ങനെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന ഗോൾഡൻ ആൻഡ് ക്രീം ചെക്സ് വരുന്ന ഫാബ്രിക് ആണ് കേട്ടോ. നല്ല ഗോൾഡൻ ആണ്. ത്രൂ ഔട്ട് ഈ ഒരു ഗോൾഡൻ ചെക്സും ചെറിയൊരു ബോർഡേഴ്സും വരുന്ന ഫാബ്രിക് ആണ്. 44 ഇഞ്ച് തന്നെയാണ് വിഡ്ത്ത് വരുന്നത്. പ്രൈസ് വരുന്നത് 130 റുപ്പീസ് പെർ മീറ്റർ. നമുക്ക് ഇതിന്റെ കൂടെ ബ്ലൗസ് പീസ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ടിഷ്യൂ ആണ് കേട്ടോ. ഗോൾഡൻ ടിഷ്യൂ. ഈ ഒരു ഗോൾഡൻ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പൊ പ്ലെയിൻ ആയിട്ട് ബ്ലൗസ് പീസ് നമുക്ക് പ്ലെയിൻ ആയിട്ട് എടുക്കണമെങ്കിൽ ഈ ഒരു ഗോൾഡൻ എടുക്കാം. ഈ ഒരു മെറ്റീരിയൽ പ്രൈസ് വരുന്നത് 90 റുപ്പീസ് പെർ മീറ്റർ. ഇനി നമുക്ക് ഈ മെറ്റീരിയൽസ് ഒക്കെ മിക്സ് ആൻഡ് മാച്ച് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഓരോരുത്തരുടെ ഐഡിയ അനുസരിച്ച്. ഇത് ഓർഗാൻസ ബ്ലാക്കിൽ ചെക്കും. ബ്ലാക്ക് എന്ന് പറഞ്ഞാല് ഒരു ഡാർക്ക് ബ്ലാക്ക് അല്ല, ബ്ലാക്കിൽ ഒരു കോഫി ബ്രൗൺ ഒക്കെ മിക്സ് ആയി വരുന്ന ഒരു ബ്ലാക്ക് ആണ്. ഇങ്ങനെ വലിയ വീതിയുള്ള ഒരു ബോർഡറും വരുന്നുണ്ട്, ഒരു ഭാഗം വീതി കുറഞ്ഞ ബോർഡറും വരുന്ന ഓർഗാൻസ ഫാബ്രിക്. നമുക്ക് ഇത് സ്കേർട്ടായിട്ട് ടോപ്പായിട്ടൊക്കെ കൊടുക്കാം. ഇതിനൊക്കെ മാച്ച് ആവുന്ന ടിഷ്യൂ, ഗോൾഡൻ ടിഷ്യൂ ആണ് കേട്ടോ. ഇനി നമുക്ക് ഈ ഫാബ്രിക്കിൽ വരുന്ന കളർ ചേഞ്ചസ് കാണാം. 130 റുപ്പീസ് ആണ് പെർ മീറ്റർ പ്രൈസ് വരുന്നത്. ഈ ഒരു ഓർഗാൻസ ഫാബ്രിക്കിൽ വരുന്ന ഒരു ലാവൻഡർ പിങ്ക് എന്നൊക്കെ പറയാം, ആ ഒരു ഷെയ്ഡാണ്. ത്രൂ ഔട്ട് ചെക്സും ബോർഡേഴ്സും വരുന്ന ഫാബ്രിക് ആണ്. 130 രൂപ തന്നെയാണ് പെർ മീറ്റർ പ്രൈസ് വരുന്നത്. നെക്സ്റ്റ് വൺ, ഈ ഒരു ക്രേപ്പ് സിൽക്കിൽ ഓർഗാൻസയിൽ വരുന്ന ഫാബ്രിക് നല്ലൊരു ബ്ലഡ് റെഡ് കളറാണ് കേട്ടോ. അതിലിങ്ങനെ ചെക്സും ബോർഡേഴ്സും വരുന്നുണ്ട്. ഒരു ഭാഗം മാത്രം വീതിയുള്ള ബോർഡറും ഒരു ഭാഗം വീതി കുറഞ്ഞ ബോർഡറും ആയിട്ടാണ് വരുന്നത് കേട്ടോ. ഇതില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാവുന്ന മാച്ച് ചെയ്തിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഇതേ ഗോൾഡൻ ഒക്കെ സെയിം ആണ് കേട്ടോ. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ഒനിയൻ കളർ ആണ് ബോഡി വരുന്നത്. ഇതുപോലെ തന്നെ ചെക്ക്ഡ് ഫാബ്രിക്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു സിയാൻ ഷെയ്ഡ് എന്നൊക്കെ പറയാം, ഒരു ബ്ലൂ ഗ്രീൻ ഷെയ്ഡിൽ വരുന്ന ഓർഗാൻസ ഫാബ്രിക് ആണ്. എല്ലാം നല്ല ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. സ്കേർട്ട് ആൻഡ് ടോപ്പ് ഒക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ നല്ല ഭംഗിയാണ്. പ്രൈസ് വരുന്നത് 130 പെർ മീറ്റർ. ഈ ഒരു കാറ്റഗറിയിൽ വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡാണ്. പീസ്റ്റൽ ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. ഇതുപോലെ തന്നെ ഒരു ഭാഗം വീതിയുള്ള ബോർഡേഴ്സും ചെറിയ ബോർഡേഴ്സ് ആയിട്ട് വരുന്ന ഫാബ്രിക് ആണ്.
ഈ ഒരു ഓർഗാൻസ ഫാബ്രിക്കിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡ് നല്ലൊരു കിങ് ഫിഷർ ബ്ലൂ ആണ് കേട്ടോ. ഇതിലും ഇതുപോലെ തന്നെ ബോർഡേഴ്സും വരുന്നുണ്ട്. അപ്പോൾ സ്കേർട്ടൊക്കെ ആണെങ്കിൽ ഈ വീതിയുള്ള ബോർഡർ താഴേക്ക് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇനി ബ്ലൗസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ ബോർഡേഴ്സോട് കൂടി ബ്ലൗസിന്റെ സ്ലീവ് ഒക്കെ സ്റ്റിച്ച് ചെയ്താലും ഭംഗിയാണ്. 130 rupees per meter. നെക്സ്റ്റ് വൺ വരുന്നത് ഓർഗാൻസയിൽ തന്നെ ഇങ്ങനെ വീവിങ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് കേട്ടോ. ഇതിലിങ്ങനെ ത്രൂ ഔട്ട് ചെക്ക്ഡ് ഫാബ്രിക് ആണ്. ഈ ചെക്സ് വരുന്നത് നല്ലൊരു ഗോൾഡൻ ഷെയ്ഡും ഇൻസൈഡിൽ വരുന്നത് വൈറ്റും ആണ്. ത്രൂ ഔട്ട് ഇങ്ങനെയാണ്, വേറെ ബോർഡേഴ്സ് വരുന്നില്ല. നമുക്ക് ഇതിന്റെ കൂടെ ബ്രോക്കേഡ്സ് ഒക്കെ വെച്ചിട്ട് മിക്സ് ആൻഡ് മാച്ച് ചെയ്താൽ നമുക്ക് ഇപ്പോൾ സ്കേർട്ടിന്റെ ലോവർ എൻഡിൽ ഈ ബ്രോക്കേഡ് കൊടുത്തിട്ട് ആ ബ്രോക്കേഡ് തന്നെ ബ്ലൗസ് പീസ് ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പ്രൈസ് വരുന്നത് 130 per meter. നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ഇത് നമുക്ക് ബ്ലൗസ് പീസ് ആയിട്ടും അതുപോലെ ഇനി സ്കേർട്ടായിട്ടൊക്കെ പറ്റും തന്നെയാണ് കേട്ടോ. 44 inches തന്നെയാണ് വിഡ്ത്ത് വരുന്നത്. നല്ലൊരു ഡാർക്ക് ബീട്രൂട്ട് ഷെയ്ഡ് എന്നൊക്കെ പറയാം. അതിൽ ത്രൂ ഔട്ട് ഇങ്ങനെ വീവിങ് ബ്രോക്കേഡ് ആണ്. ഈ ഒരു പോർഷനിൽ വീതിയുള്ള ബോർഡേഴ്സ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഒരു ഭാഗം ചെറിയ ബോർഡേഴ്സും ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ. നമുക്ക് ബ്ലൗസ് പീസ് ആയിട്ട് ഫുൾ സ്ലീവ് ഒക്കെ കൊടുത്താൽ നല്ല ഭംഗിയാണ്. ഇനി ഇതിന്റെ കളർ ഷെയ്ഡ്സ് കാണാം. ഇത് പ്രൈസ് വരുന്നത് 120 per meter ആണ് കേട്ടോ. ഈ ഒരു ബ്രോക്കേഡിൽ വരുന്ന നല്ലൊരു ഗ്രീൻ ഷെയ്ഡ് കേട്ടോ. ഇങ്ങനെയാണ് വീവിങ് വരുന്നത്. ഇതുപോലെ ബോർഡേഴ്സും വരുന്നുണ്ട്. പ്രൈസ് സെയിം തന്നെ 120 per meter. വരുന്നത് ഈ ഒരു ബ്രോക്കേഡ് മെറ്റീരിയലിൽ നല്ലൊരു ലാവൻഡർ ഷെയ്ഡ് ആണ്. ലാവൻഡറിന്റെ തന്നെ ഒരു ബ്രൈറ്റ് ഷെയ്ഡ് ആണ് കേട്ടോ. അതിൽ ത്രൂ ഔട്ട് ഇങ്ങനെ ബ്രോക്കേഡ് വീവിങ്ങോട് കൂടിയിട്ടുള്ള മെറ്റീരിയൽ. പ്രൈസ് സെയിം തന്നെ. ഈ ഒരു ബ്രോക്കേഡിൽ വരുന്ന നല്ലൊരു മെറൂൺ ഷെയ്ഡ് കേട്ടോ. മെറൂണിൽ ഇതുപോലെ ത്രൂ ഔട്ട് ഗോൾഡൻ വീവിങ് ആണ്. പ്രൈസ് സെയിം തന്നെയാണ്. നെക്സ്റ്റ് വൺ വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ആണ്. ഡാർക്ക് ഗ്രീനിൽ ഈ ഒരു കോപ്പർ ഷെയ്ഡ് പോലെയുള്ള വീവിങ് ആണ് കേട്ടോ. ത്രൂ ഔട്ട് വരുന്നത് നമുക്ക് ബ്ലൗസ് ആയിട്ടും ഒക്കെ കൊടുക്കാം. ഇത് ലോങ് ബ്ലൗസോ അല്ലെങ്കിൽ സാരി ബ്ലൗസോ ഒക്കെ ആയിട്ട് കൊടുത്താൽ നല്ല ഭംഗിയാണ്. 120 rupees per meter. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലൂവില് പെട്ട ഷെയ്ഡാണ്. ബ്ലൂവില് കോപ്പർ വീവിങ് ആണ് കേട്ടോ വരുന്നത്. ഒരു ബ്രോക്കേഡ് മെറ്റീരിയലില് നല്ലൊരു പിങ്ക് ഷെയ്ഡ്, നല്ലൊരു റാണി പിങ്ക് എന്നൊക്കെ പറയാം. പിങ്ക് നല്ല ഭംഗിയുള്ള പിങ്ക് ഷെയ്ഡാണ് കേട്ടോ. ഇതിലും ത്രൂ ഔട്ട് ഇതുപോലെ ഇത് ഭയങ്കര ഫ്ലോയിങ് മെറ്റീരിയൽ ആണ് കേട്ടോ. ബ്രോക്കേഡ് എന്ന് വിചാരിച്ചിട്ട് അത്ര കട്ടിയുള്ള ഫാബ്രിക് അല്ല, നല്ല ഫ്ലോയിങ് ആയി കിടക്കുന്നതാണ്. നമുക്ക് സ്കേർട്ടൊക്കെ ആക്കാനും പറ്റിയ മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ്. നമ്മൾ നേരത്തെ കണ്ട ബ്ലൂവിനേക്കാളും ലൈറ്റ് ആണ് കേട്ടോ. ലൈറ്റ് ബ്ലൂ ഷെയ്ഡിൽ ഇതുപോലെ കോപ്പർ വീവിങ് തന്നെയുള്ള മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് വൺ വരുന്നത് ഒരു ജോർജറ്റ് ആണ് കേട്ടോ. ഫാബ്രിക് വരുന്നത് ജോർജറ്റിൽ ഇങ്ങനെ നല്ല വീതിയുള്ള ബോർഡേഴ്സ്, ഗോൾഡൻ ബോർഡേഴ്സും ഒരു ഭാഗത്ത് സിമ്പിൾ ആയിട്ടുള്ള ബോർഡേഴ്സും വരുന്നുണ്ട് കേട്ടോ. ഇതും നമുക്ക് സാരി ആയിട്ടോ സ്കേർട്ടായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക് ആണ്. 45-46 inches ഒക്കെ വിഡ്ത്ത് വരുന്നുണ്ട്. പ്രൈസ് സെയിം തന്നെയാണ്. 130 rupees per meter ആണ് കേട്ടോ. 130 രൂപ പെർ മീറ്റർ. ഇനി നമുക്ക് ഇതിന്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റുന്ന ബ്രോക്കേഡ്സ് കാണാം. ഇതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഇത് കുറച്ചുകൂടെ കട്ടിയുള്ള ബ്രോക്കേഡ് ഫാബ്രിക് ആണ്. അതായത് ബ്ലൗസ് പീസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. നല്ല ഒരു ബ്ലൂ ആൻഡ് കോപ്പർ ഷെയ്ഡ് മിക്സിംഗ് ആണ് ഇതിൽ വരുന്നത്. ത്രൂ ഔട്ട് വീവിംഗ് ആണ്. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് ഇങ്ങനെ കേട്ടോ. അത് കുറച്ച് കട്ടിയുള്ള ഫാബ്രിക് ആണ്. നമുക്ക് സ്കേർട്ടിന് പറ്റില്ല, ബ്ലൗസ് പീസിന് പറ്റുന്ന ഫാബ്രിക് ആണ്. 120 rupees per meter. ഈ കാറ്റഗറിയിൽ തന്നെ വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് ബോട്ടിൽ ഗ്രീൻ ആണ് കേട്ടോ. ബോട്ടിൽ ഗ്രീനിൽ ഇതുപോലെ കോപ്പർ വീവിംഗ് ആണ് ത്രൂ ഔട്ട് വരുന്നത്. ഈ ഒരു ബ്രോക്കേഡ് ഫാബ്രിക്കില് നെക്സ്റ്റ് ഷെയ്ഡ് പിങ്ക് ആൻഡ് കോപ്പർ ഷെയ്ഡ് ആണ് വരുന്നത് കേട്ടോ. പിങ്ക് ആണ് ബേസ് വരുന്നത്. അതിൽ ത്രൂ ഔട്ട് ഈ ഒരു കോപ്പർ വീവിംഗ് തന്നെ 120 rupees തന്നെയാണ് പെർ മീറ്റർ പ്രൈസ് വരുന്നത്. ഇതിൽ വരുന്ന നെക്സ്റ്റ് ഷെയ്ഡ് മെറൂൺ കോമ്പിനേഷൻ, മെറൂൺ ആൻഡ് കോപ്പർ ഷെയ്ഡ് കോമ്പിനേഷൻ ആണ്. 120 rupees per meter. നമുക്ക് ഈ ഗോൾഡൻ വീവിംഗിൽ വരുന്ന ആ ഗോൾഡൻ തന്നെ നമുക്ക് ടോപ്പായിട്ട് യൂസ് ചെയ്യാന്ന് വെച്ചാൽ സാരി ബ്ലൗസോ അല്ലെങ്കിൽ ബ്ലൗസ് പീസോ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ ഇത് ത്രൂ ഔട്ട് ടിഷ്യൂ ആണ് കേട്ടോ. നമുക്ക് ഈ ടസർ ടിഷ്യൂ ഒക്കെ വരുന്ന പോലെയുള്ള ഫാബ്രിക് ആണ്. ത്രൂ ഔട്ട് ഈ ഒരു വീവിങ്ങോട് കൂടിയിട്ടുള്ള ഗോൾഡൻ നല്ല ഭംഗിയായിരിക്കും ഇതിന്റെ കൂടെ പെയർ ചെയ്താൽ കേട്ടോ. ഇത് 44 inches തന്നെ വിട്ട് വരുന്നുണ്ട്. കുറച്ച് കട്ടിയുള്ള ഫാബ്രിക് തന്നെയാണ്, ടിഷ്യൂ ഫാബ്രിക് ആയതുകൊണ്ട്. പ്രൈസ് വരുന്നത് 150 per meter. നെക്സ്റ്റ് വൺ നല്ലൊരു ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ആണ് കേട്ടോ. ഇതില് നമുക്ക് ത്രൂ ഔട്ട് ഈ ഒരു കോപ്പർ ടിഷ്യൂ വീവിങ് വരുന്ന ഫാബ്രിക് ആണ്. നല്ലൊരു എലഗന്റ് ആയിട്ട് എപ്പോഴും കാണുന്ന ഒരു കോമ്പിനേഷൻ അല്ല. ത്രൂ ഔട്ട് ഈ ഒരു കോപ്പർ വീവിങ്ങും ബോർഡർ വരുമ്പോൾ നല്ല കട്ടിയുള്ള കോപ്പർ വീവിങ്ങോട് കൂടിയിട്ടുള്ള ബോർഡേഴ്സ് ആണ്. ഒരു സൈഡിലാണ് ബോർഡർ വരുന്നത് കേട്ടോ, ഒരു സൈഡിൽ ബോർഡർ ഇല്ല. ഇങ്ങനെ വരുന്ന പ്ലെയിൻ മെറ്റീരിയലും ഇത് 150 rupees ആണ് പെർ മീറ്റർ പ്രൈസ് വരുന്നത്. ഇതിന്റെ കറക്റ്റ് കളർ ആ വീവിങ്ങിന്റെ കോപ്പർ ഷെയ്ഡ് ആണ് നമുക്ക് ഈ ബ്രോക്കേഡ് വരുന്നത്. ബ്ലാക്ക് ആൻഡ് കോപ്പർ വീവിങ് ത്രെഡ് വീവിങ് വരുന്ന ബ്രോക്കേഡ് മെറ്റീരിയൽ ആണ്.
പ്രൈസ് വരുന്നത് 130 rupees പെർ മീറ്റർ. ഇനി നമുക്ക് ഈ കോപ്പർ വീവിങ്ങിന്റെ സെയിം കളർ വേണമെന്ന് വെച്ചാല് ഇതേ സെയിം കോപ്പർ കളർ, ഗോൾഡൻ അല്ല കോപ്പർ കളറിൽ വരുന്ന വീവിംഗ് ആണ് ത്രൂ ഔട്ട് വരുന്നത്. ഇത് 36 inches ആണ് വിഡ്ത്ത് വരുന്നത്. ബ്ലൗസ് പീസിന് പറ്റുന്നതാണ് കേട്ടോ. പ്രൈസ് വരുന്നത് 120 പെർ മീറ്റർ. നെക്സ്റ്റ് വൺ വരുന്നത് നമ്മൾ ഇത്ര നേരം കണ്ടത് ഗോൾഡൻ കണ്ടു, സിൽവർ കണ്ടു, അതുപോലെ ഡാർക്ക് കോപ്പർ വീവിംഗ് കണ്ടു. ഇത് വരുന്നത് നല്ലൊരു ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന വീവിംഗ് ആണ് കേട്ടോ. ഹാൻഡ്ലൂം ആണ്, ഹാൻഡ്ലൂം കോട്ടൺ ആണ് ബോഡി വരുന്നത്. അതിന്റെ ബോർഡർ വരുന്നത് നമ്മൾ കാണാത്തൊരു ഷെയ്ഡ്, ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ബോർഡർ ആണ്. ഇതേ ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ബ്രൊക്കേഡ് ആണ് കേട്ടോ. ഗ്രീൻ ആൻഡ് ലാവൻഡർ ഷെയ്ഡിൽ വരുന്ന ബ്രൊക്കേഡ് ആണ്. നമുക്കിത് സാരി അല്ലെങ്കിൽ പട്ടുപാവാടയ്ക്ക് സ്കേർട്ട്, ഇത് ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ഫാബ്രിക് പ്രൈസ് വരുന്നത് 130 rupees പെർ മീറ്റർ ആണ്. ഈ ഒരു ഫാബ്രിക് പ്രൈസ് വരുന്നത് 130 rupees തന്നെയാണ് പെർ മീറ്റർ. രണ്ടും 130 രൂപയാണ് മീറ്ററിന് പ്രൈസ് വരുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ നമുക്ക് ഈ ഒരു ലാവൻഡറിൽ വരുന്ന ടിഷ്യൂ ഫാബ്രിക് ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു കോൺട്രാസ്റ്റ് ആണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഇതും നമുക്ക് ബ്ലൗസ് ആയിട്ട് യൂസ് ചെയ്യാം. ഈ ഒരു ടിഷ്യൂ ഫാബ്രിക് 36 inches ആണ് വിഡ്ത്ത് വരുന്നത്. പ്രൈസ് ചെയ്യുന്നത് 90 rupees പെർ മീറ്റർ. അപ്പോൾ റണ്ണിങ് മെറ്റീരിയൽസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. കുറെ ടൈപ്സ് നമ്മളിന്ന് കണ്ടു. അപ്പൊ നമ്മളിതിന് മുന്നും കാണിച്ചിരുന്നു. ഇതൊക്കെ റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. നമുക്ക് മിക്സ് ആൻഡ് മാച്ച് ആയിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്യണമെങ്കിലും ഇതുപോലെ ഒരു ഇത് സാരി ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ പ്ലെയിൻ ടിഷ്യൂ ഒക്കെ ഫാബ്രിക് ആണ് നിങ്ങൾ എടുക്കണമെന്ന് വെച്ചാൽ അതിൽ ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും. അതുപോലെ ഈ പ്ലെയിൻസ് ആയിരിക്കും നമുക്ക് ഹാൻഡ് വർക്ക് ഒക്കെ കൊടുത്ത് കുറച്ചും കൂടെ റിച്ച് ആക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്ന റണ്ണിങ് ഫാബ്രിക്സ് ആണ് നമ്മൾ കണ്ടത്. ഏതാണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിൽ ഷെയർ ചെയ്യുക. സ്ക്രീൻഷോട്ട് ഇടുന്നതോട് കൂടെ തന്നെ എത്ര മീറ്റർ വേണം എന്നും കൂടെ മെൻഷൻ ചെയ്യാം കേട്ടോ. വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യുന്നവർ എത്ര മീറ്റർ ആണ് വേണ്ടതെങ്കിൽ അതിനെ ഡബിൾ ചെയ്തിട്ട് വേണം ക്വാണ്ടിറ്റി കൊടുക്കാൻ. ഇപ്പൊ 5 meters ആണെങ്കിൽ 10 എന്ന് ക്വാണ്ടിറ്റി കൊടുക്കാനായിട്ട് മറക്കരുത്. ഇനിയും പുതിയ കളക്ഷൻസുമായി കാണാം. ബൈ.